ഇനി ഒരു 2 പ്രാവശ്യം ഒരു വളവും ചേർക്കേണ്ടി വരില്ല. വെറും കൃഷി നിലം ഒരുക്കാൻ വേണ്ടി മാത്രമാണ് ഏറ്റവും കൂടുതൽ ചെലവ് വരുന്നത്. ഏറ്റവും കൂടുതൽ വളവും നമ്മളെ പഞ്ചായത്തിലെ കിട്ടി, അതിന് പിന്നെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ആ കൃഷി ഓഫീസർക്ക് അവാർഡ്. അവിടെ ജൈവ കൃഷിയായിട്ട് ചെയ്യാനാണോ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്? ജൈവകൃഷിയായിട്ടാണ്. അതിന് ഈ സ്ഥലത്തിൻ്റെ ഉടമകൾ തന്നെയാണോ ഇപ്പോൾ കൃഷി ചെയ്യുന്നത്, അതോ അവരിൽ നിന്ന് ഏറ്റെടുത്ത് കുടുംബശ്രീ സംഘം ആയിട്ടാണോ ചെയ്യുന്നത്? ഉടമകൾ അല്ല, നമ്മുടെ കൃഷി സേന ഏറ്റെടുത്ത് നടക്കാണ് ഉടമകളുടെ സമ്മതത്തോടു കൂടി. ആർക്കും 1-2 ആൾക്കാരും ആദ്യ എതിർപ്പ് പറഞ്ഞെങ്കിലും പിന്നെ യാതൊരു എതിർപ്പില്ല, അവർക്ക് ഒരു പാരിതോഷികവും വേണ്ടെന്ന് പറഞ്ഞു. എതിർപ്പ് മറികടക്കുന്നതാണ് ചിത്രത്തിൽ കണ്ടത് അല്ലേ? ഇപ്പോൾ അവർക്ക് സാധാരണ കൊടുക്കുന്ന പോലെ പാട്ടകൃഷിൻ്റെ പൈസയോ ഒരു പാരിതോഷിക്കോ അവർക്ക് വേണ്ടാന്ന് പറഞ്ഞു. നമ്മുടെ അതെല്ലാം പഞ്ചായത്തിൻ്റെയാണ്. അപ്പോൾ നമ്മൾ ഉൽപ്പാദിച്ച വിത്തുകൾ മുഴുവൻ ഗവൺമെന്റ് വിത്ത് ഉൽപാദനത്തിനാണ് പൂർണ്ണമായി നമ്മൾ കൊടുത്തത്. ഒരു കിലോ 15 രൂപ വെച്ച്. വളരെ നല്ല സംഗതിയാണ്. ഈ കരിമ്പൻ കൃഷിക്ക് എന്താ പോവാത്ത? അവിടെ കരിമ്പൻ കൃഷിയും കരിമ്പിൻ ഇൻസ്റ്റിറ്റ്യൂട്ടും എല്ലാം കാണിച്ചു, എന്തുകൊണ്ട് അതിലേക്ക് ഒരു താല്പര്യം കാണിക്കാത്ത? കരിമ്പ് കൃഷി കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയാണ്. അവരെ പുതുതായിട്ടുള്ള കരിമ്പ് ഗവേഷണ കേന്ദ്രമാണ്. അപ്പോൾ അത് പ്രൈവറ്റൈസേഷൻ, നമുക്ക് പ്രൈവറ്റുകാർക്ക് അവിടെ ഒരു പ്രവേശനം കാണാന്നല്ലാണ്ട് വരുന്നതിനും ഒരു ബീഗം വിടില്ല. അവരൊരു സഹായം പഞ്ചായത്തിന് ഇപ്പം കരിമ്പ് കൃഷി ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവർ സഹായം ചെയ്യത്തില്ല. അല്ല, അവരെ ഒരു റിസർച്ച് സെന്ററാണ്. അവർ പുതിയ തരം കരിമ്പുകൾ ഉണ്ടാക്കുന്ന റിസർച്ച് സെന്ററാണ്. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്, കരിമ്പ് കൃഷി പോകുമ്പോൾ വളരെ ആലോചിക്കണം. ഏറ്റവും കൂടുതൽ വെള്ളം വേണ്ട ഒരു കൃഷിയാണ് കരിമ്പ് കൃഷി, വാട്ടർ ഇൻറ്റൻസീവ്. അപ്പോൾ മറ്റുള്ളതിന് വെള്ളം തരാതിരിക്കാൻ ദൗർലഭ്യം വരുന്ന തരത്തിലുള്ള മഹാരാഷ്ട്രയിലൊക്കെ സംഭവിച്ചിരിക്കുന്നതാണ്. കരിമ്പ് കൃഷി വേണ്ടാന്ന് പറഞ്ഞാൽ കരിമ്പെന്ന് വെച്ചാൽ പഞ്ചാരയാ. നിങ്ങൾ പഞ്ചായത്തുകാർ പഞ്ചാരകളാവരുതെന്ന് വെച്ചിട്ടാണ് എനിക്ക് തോന്നുന്നു. പർപ്പസായിട്ട് അത് ചെയ്യരുത്, വേണ്ട, സൂക്ഷിക്കണം, പഞ്ചാരകളാവരുത് എന്നുള്ളതാണ്. എനിക്ക് മൊത്തത്തിൽ ഇഷ്ടമായി. പക്ഷേ നിങ്ങൾ നന്നായിട്ട് നിങ്ങളുടെ പ്രവൃത്തി എല്ലാം വളരെയാണ്, പക്ഷെ അത് പറഞ്ഞ് ഫലിപ്പിക്കാൻ വളരെ കുറവാട്ടോ. അത് ശ്രദ്ധിച്ചോണം. ഫ്യൂച്ചറിലും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വേണ്ടുന്നത് പറഞ്ഞ് ഫലിപ്പിക്കാനുള്ളൊരു, പറയില്ലേ കക്കാൻ പിടിച്ചാൽ നിൽക്കാൻ പഠിക്കണം എന്ന് പറയുന്നത് പോലെ നല്ല പ്രവർത്തികൾ ചെയ്തിട്ട് അത് പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിയാതെ പോകുന്നത് പറഞ്ഞൊരു വല്ലാത്ത അവസ്ഥയാണ് ഒരു വ്യക്തിയുടെ. ഉഷയെ ശ്രദ്ധിക്കണേ ഉഷേ, കേട്ടോ. ആദ്യം ഇങ്ങോട്ട് വന്നപ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നോ? ടെൻഷനിലായിരുന്നോ? ഒട്ടും ഇല്ലായിരുന്നോ? ഉണ്ടായിരുന്നു. ഇപ്പൊ എല്ലാം മാറിയോ ചർച്ചയൊക്കെ കഴിഞ്ഞപ്പോ? തീർത്തും കഴിഞ്ഞു. അതിന് മാർക്സ് അറിയാനുള്ള ടെൻഷൻ ഉണ്ടോ? ഇല്ല. മാർക്കല്ല പ്രധാനം എന്ന് അവർക്കറിയാം. കണ്ടു, ഇപ്പൊ നിങ്ങൾ എല്ലാരും കൂടെ ഗ്രൂപ്പായി, ഞാൻ ഔട്ടായി. ശരി, എന്നാ മാർക്സ് പറഞ്ഞു കണ്ണ മാഷ്. എന്റെ വക 15-ൽ 11. 15-ൽ 11.5. 10-ൽ 7.5. 10-ൽ 7. ഉഴാദിക്ക് 60-ൽ 44 മാർക്സ് ആണ് ലഭിച്ചിരിക്കുന്നത്. ഹാപ്പിയാണോ? ഹാപ്പിയാണ്. അപ്പോൾ എന്തായാലും ഇവരുടെ പദ്ധതികളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇവർക്ക് SMS അയക്കുക. SMS അയക്കേണ്ട ഫോർമാറ്റ് GKE സ്പേസ് PTI സ്പേസ് 10-ൽ നിങ്ങൾ നൽകുന്ന മാർക്സ് 537252 എന്ന നമ്പറിലേക്ക് അയക്കുക. ഐക്യരാഷ്ട്രസഭയുടെ കണക്കനുസരിച്ച് ലോകത്തിൽ 8-ൽ ഒരാൾക്ക് ശുദ്ധജലം ലഭിക്കുന്നില്ല. ജലജന്യ രോഗങ്ങൾ ബാധിച്ച് മരിക്കുന്നവരുടെ എണ്ണം പ്രതിവർഷം 22 ലക്ഷത്തോളമാണ്. ശുദ്ധജലം എന്നത് ഒരു പൗരന്റെ പ്രാഥമിക അവകാശമാണ്. അത് നൽകുക എന്നത് പഞ്ചായത്തിന്റെ ഒന്നാമത്തെ കടമയും. ഗ്രീൻ കേരള എക്സ്പ്രസിന്റെ ഇന്നത്തെ അധ്യായം പൂർണ്ണമാകുന്നു. മറ്റൊരു ഗ്രാമത്തിന്റെ കഥയുമായി വീണ്ടും കാണുന്നവരേക്കും നന്ദി, നമസ്കാരം. ഒരു ഗോട്ട പൊന്നുണ്ടല്ലോ മിന്നുണ്ടല്ലോ മേനി നിറയെ കരയല്ലേ കൽവിൽ മണിയെ കൽക്കണ്ട കനിയല്ലേ അരിമുല്ല പൂവാളപ്പിൽ പടച്ചവൻ വിരിച്ച പൂമലരല്ലേ അഴകിന്റെ പൂന്തൊപ്പിലാടാൻ വന്നൊരു മയിലല്ലേ ഒരു കൊട്ട പൊന്നുണ്ടല്ലോ മിന്നുണ്ടല്ലോ മേനി നിറയെ കരയല്ലേ കൽബിൻ മണിയെ കൽക്കണ്ട കനിയല്ലേ കനകത്തിൻ നിറമുള്ള കാതിലണിയാൻ കാതിലോല പൊന്നോല മാറത്തണിയാൻ മാങ്ങത്താലി മണിത്താലി കനകത്തിൻ നിറമുള്ള കാതിലണിയാൻ കാതിലോല പൊന്നോല മാമ്പുള്ളി ചുണങ്ങുള്ള മാറത്തണിയാൻ മാങ്ങത്താലി മണിത്താലി ഒരു കൊട്ട പൊന്നുണ്ടല്ലോ മിന്നുണ്ടല്ലോ മേനി നിറയെ കരയല്ലേ കൽവിൽ മണിയെ കൽക്കണ്ട കനിയല്ലേ
ഗോഡ്. ശുചിത്വ കേരളം സുന്ദര കേരളം ഗ്രീൻ കേരള എക്സ്പ്രസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ശുചിത്വ മിഷൻ. എന്റെ കേരളം മാലിന്യമുക്തം.